ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഇഷിതയും മഹേഷും ആകെ ടെൻഷനിലാണ് കേട്ടോ. എന്താണ് ആ ഡെഡ് ബോഡി ഇനി കൈലാസിന്റെ തന്നെയാണോ? ഇനി കൈലാസിന്റെ ആണെങ്കിൽ തന്നെ എങ്ങനെ ഈ കാര്യം വീട്ടിൽ പോയിട്ട് പറയും? അത് മാത്രമല്ല, ഇഷിതനെ ഇനി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് മഹേഷിന്റെ വിചാരം. അഥവാ കൈലാസിന്റെ ആണെങ്കിൽ തന്നെ തന്റെ ചേച്ചിയുടെ ജീവിതം, അല്ലെങ്കിൽ തന്നെ കൈലാസിനായിട്ട് ചേച്ചിയായിട്ട് ഡിവേഴ്സ് ചെയ്യിപ്പിക്കാൻ വെച്ചിട്ടാണ് മഹേഷ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ചേച്ചി അത് സമ്മതിക്കില്ല. ചേച്ചിയുടെ ജീവിതം ഇനി എന്താകും എന്നൊക്കെ ആലോചിച്ച് മഹേഷ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇഷിതയും അതുപോലെ തന്നെ ആലോചിക്കുക കേട്ടോ. അയ്യോ, ഇനി ആ ഡെഡ് ബോഡി ഒരിക്കലും കൈലാസിന്റെ ആവരുതേ. കാരണം വെച്ചാൽ മഞ്ജുമ ചേച്ചിയുടെ ആ ഒരു വിഷമം സഹിക്കാൻ പറ്റില്ല. മഞ്ജുമ ചേച്ചിക്ക് ഭർത്താവ് എത്ര ദുഷ്ടനാണെങ്കിലും കൊള്ളരുതാത്തവനാണെങ്കിലും ആരെ കയറി പിടിക്കണമാണെങ്കിലും ഭർത്താവിനെ വിശ്വസിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ കൈലാസേട്ടന്റെ മരണം ഈ ഒരു അവസ്ഥയിൽ മഞ്ജുമ ചേച്ചിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഡെഡ് ബോഡി കൈലാസേട്ടന്റെ ആവല്ലേ എന്നാണ് ഇഷിതയും വിചാരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് വിനോദ് വരുന്നുണ്ട്. വിനോദ് പറയുന്നുണ്ട്, അതെ, പേടിക്കുന്ന പോലൊന്നുമില്ല. ആ ഡെഡ് ബോഡി കൈലാസേട്ടന്റെ അല്ല, സിറ്റി തന്നെയുള്ള ഏതൊരു മൊബൈൽ ഷോപ്പ് ഉടമയുടെയാണ്. പിന്നെന്താ അത് കൈലാസിന്റെ ആണെന്ന് ആദ്യം ഒരു 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 ഉറപ്പില്ലാതെ സംശയമായിട്ട് ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്ന് മഹേഷ് ചോദിക്കുമ്പോ വിനോദ് പറയുന്നുണ്ട്, അത് വേറൊന്നും അല്ലേട്ടാ, ആ ഡെഡ് ബോഡി ആള് ഏകദേശം കൈലാസേട്ടനെ പോലെ തന്നെ ഉണ്ട്, താടിയും മീശയൊക്കെ. അതുകൊണ്ടാണ് എല്ലാരും കൈലാസേട്ടന്റെ ആണെന്ന് സംശയിച്ചത്. എന്തായാലും കൈലാസേട്ടനല്ല. അപ്പൊ ഇനിയിപ്പോ കൈലാസ് അളിയനപ്പൊ എവിടെ പോയി? അതാ എനിക്കറിയാത്തത്. മിക്കവാറും കൈലാസേട്ടൻ ഒന്നില്ലെങ്കിൽ മാറി നിൽക്കായിരിക്കും. ചിലപ്പോ അളിയനും ഇഷിതേശിക്കും ഏടത്തിക്കും അതുപോലെ തന്നെ മഹേശ്വരനും ഒരു പണി തരാൻ വേണ്ടിയിട്ടായിരിക്കും മാറി നിൽക്കുന്നത്. അല്ലാന്നാണെങ്കിൽ കൈലാസേട്ടൻ ശരിക്കും കൊല്ലപ്പെട്ടിട്ടുണ്ടാവായിരിക്കാം. അത് എന്താണ്, നമ്മൾ അറിയാത്തതായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആ മരണ വാർത്ത നമ്മുടെ ചെവിയിലെത്തിയിരിക്കും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും നടക്കുള്ളൂ ഇനിയെന്ന് പറയാണ്. എന്തായാലും ഞാൻ ശരിക്കും ഒന്ന് അന്വേഷിക്കട്ടെ. കൈലാസേട്ടൻ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം തന്നെ ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ഇത് ഞാൻ ഏട്ടനും ഏടത്തിക്കും തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞിട്ട് വിനോദം നടന്ന് പോകുവാണ്. ഇഷിതക്കും ആകെ വിഷമമാട്ടോ. ഇഷിത ഫ്ലാറ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. മഹേഷ് ആണെങ്കിൽ, ഈശ്വര, ഇവളിനി ഫ്ലാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മയും മോളും കൂടി ഇവിടെ വലിച്ചു കീറുമല്ലോ എന്നാലോചിച്ചിട്ടാണ് മഹേഷ് നിൽക്കുന്നത്. അതുപോലെ തന്നെയായിട്ടോ ഫ്ലാറ്റിന്റെ വാതിൽ തുറന്നത് മഞ്ജിമയും സ്വപ്നവല്ലിയും കൂടി കടിച്ചു കീറണ പോലെയാണ് ഇഷിതയുടെ അടുത്തേക്ക് പോകുന്നത്. എടി, നീ എന്റെ ഭർത്താവിനെ കൊന്നല്ലേടി? എടി, എവിടെയാണ് എന്റെ ഭർത്താവിനെ കൊന്ന് നീ കെട്ടിത്തൂക്കിയിട്ടത്? കായലിൽ കണ്ട ആള് എന്റെ ഭർത്താവ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ ഇഷിത പറയുന്നുണ്ട്, എടത്തി, അത് കൈലാസേട്ടനല്ല. ഹാവൂ, സമാധാനേന്ന് സ്വപ്നവലി പറഞ്ഞു. മോളെ, കണ്ടില്ലേ, അത് കൈലാസ് അല്ല. കൈലാസ് അങ്ങനൊന്നും ചെയ്യില്ല. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. കായലിൽ ചിലപ്പോ കൈലാസേട്ടൻ ആയിരിക്കില്ല. പക്ഷെ ഇവൾ ഏതൊക്കെയോ ഗുണ്ടകളെ വിട്ടിട്ട് കൈലാസേട്ടനെ കൊന്ന് വേറെ എവിടെയൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്. എടുത്തിന് എത്ര അശം മഞ്ജുമച്ചടുത്ത് പറയണം. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് പറയുമ്പോൾ, ആവശ്യമുണ്ടടി, നിനക്ക് കൈലാസേട്ടനെ കിട്ടാതായപ്പോഴേക്ക് നിനക്ക് പറ്റുന്നില്ല. കൈലാസേട്ടനെ കിട്ടാത്ത മുതിരി പുളിക്കോ എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ നിനക്ക് കിട്ടാത്ത കൈലാസേട്ടനെ എനിക്കും വേറെ ആർക്കും കിട്ടണ്ടാച്ച നീ എന്തോ ചെയ്തതാണെന്ന് പറയാണ്. എനിക്ക് ചേച്ചിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമൊന്നുമില്ല. എന്തായാലും കൈലാസേട്ടനെ നാണോ മാറിയാത്ത ഒരാളായത് കൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ടനെ വരുമെന്നാണ് എന്റെ വിശ്വാസം. നീ എന്തു പറഞ്ഞി? നാണോ മാനോ ഇല്ലെന്നോ? എന്റെ ഭർത്താവിനോ? ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ പിടിച്ച് തള്ളുവാട്ടോ മഞ്ജുമ. അങ്ങനെ എടുത്തിപ്പി തുടിച്ച് തള്ളുമ്പോ തന്നെ ആ സമയത്ത് തന്നെയാണ് ആരോ വാതിൽ തുറക്കുന്നത്. അങ്ങനെ ഡോറ് തുറക്കുന്നതും ഇഷിതനെ പിടിച്ച് തള്ളണതും ഒരേ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഇഷിത പോയി വീഴുന്നത് ആ ഡോറ് തുറന്ന ആളുടെ കാലിലേക്കാണ്. ഇഷിത നോക്കുമ്പോഴേക്കും കാവ്യെടുത്ത ഒരാളുടെ കാലുകളാട്ടത്. പതുക്കെ പതുക്കെ ഇഷിത ഒന്ന് മുഖം ഉയർത്തി നോക്കുവാണ്. ഞെട്ടിപ്പോവാണ് ഇഷിത. നോക്കുമ്പോ കൈലാസ്. പെട്ടെന്ന് ഇഷിത അവിടെ നിന്ന് ചാടി എഴുന്നേക്കാണ്. കൈലാസ് മാത്രമല്ല, തൊട്ടു പിന്നാലെ അച്ഛൻ രാമനാഥനും ഉണ്ട്. അച്ഛ എന്ന് പറയുമ്പോ, മോളെ ഇഷിത, സുഖമാണോ? അപ്പൊ ഇഷിത പതുക്കെ തല ഇങ്ങനെ ആട്ടുന്നുണ്ട്. എനിക്ക് എല്ലാം മനസ്സിലായി മോളെ, മോള് വിഷമിക്കൊന്നും വേണ്ട. ഇനി അച്ഛൻ വന്നല്ലോ. അച്ഛ എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഓടിപ്പോവാണ്. കൈലാസേട്ടാ, അച്ഛൻ എങ്ങനെയാ കൈലാസേട്ടനെ കണ്ടത്? ഇതെങ്ങനെയാന്ന് ചോദിക്കുമ്പോ, മോളെ, അതൊക്കെ വലിയൊരു കഥയാണ്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. മോനെ കൈലാസേ, എന്താ അച്ഛാ? മോൻ അവിടെ റെസ്റ്റ് ചെയ്യും. ഇല്ല അച്ഛാ, എനിക്കോ ഒന്ന് കാവടി ആടണം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് തുള്ളുവാട്ടോ കൈലാസ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ മഞ്ജുമക്ക് സന്തോഷമാവുന്നില്ല. ഹാവ്, എന്റെ കൈലാസിന് തിരിച്ചു വന്നല്ലോ, സമാധാനായി. ഈശ്വര, എനിക്ക് ഒരിക്കലും തിരിച്ചു കാണാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ച ആളാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഈശ്വര, നന്ദി എന്നൊക്കെ പറയണം. അമ്മ കണ്ടില്ലേ, എന്റെ കൈലാസേട്ടൻ കണ്ടു മോളെ. ഞാൻ പറഞ്ഞില്ലേ, അവനൊന്നും സംഭവിച്ചു കാണില്ല. കൈലാസേട്ടന് ഒന്നും സംഭവിച്ചില്ല മോളെ. അതേ അമ്മേ, ഇപ്പോഴാ എനിക്ക് സമാധാനായത് എന്ന് പറയാണ്. എന്തായാലും എന്റെ മോളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. മോനെ കൈലാസേ, നീ ഇവിടെ വന്നിരിക്കുക എന്ന് പറയാണ്. ആ സമയത്ത് കൈലാസ് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ. ശരി, ഞാൻ ഇരിക്കാം എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയണ്ട്, സ്വപ്നം, ഞങ്ങളൊന്നും
കഴിക്കാതെയാണ് വന്നിരിക്കുന്നത്. നീ ചായയോ കാപ്പിയോ എന്താ വെച്ചാൽ ആദ്യം എടുക്കുക, പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. ശരി, രണ്ടുപേർക്ക് ഞാൻ ചായ എടുക്കാം എന്ന് പറയാണ്. അങ്ങനെ സ്വപ്നയിൽ ചായയൊക്കെ എടുക്കാൻ പോകുമ്പോ കൈലാസ് റൂമിലേക്ക് പോകുന്നുണ്ടോ. വാ കൈലാസേട്ടാ വാ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ വിളിച്ചോണ്ട് റൂമിലേക്ക് പോവാണ്. ഈ കോലംകെട്ടിലൊക്കെ കാണുമ്പോഴേക്കും ഇഷിതക്കും മഹേഷിനും ചിരിയായിട്ട് വരുന്നത്. മഹേഷ് പറയുന്നുണ്ട്, എടോ ഇഷിത താൻ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോവാണ്. കൈലാസേട്ടന്റെ ഈ രൂപമാറ്റത്തിൽ തനിക്ക് എന്താ തോന്നുന്നത്? പുതിയൊരു രൂപമായിട്ട് വന്നിരിക്കുക അയാൾ ആടാനായിട്ട്. ഈ രൂപമാറ്റത്തിൽ നമ്മൾ ശരിക്കും പേടിക്കേണ്ടിയിരിക്കുന്നു. അയാൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾക്കാര്, ജാമ്യത്തിനടുത്ത് ആ സേവിയർ എന്ന് പറഞ്ഞ ആള് ആരൊക്കെയോ പറഞ്ഞ് വിട്ടിരുന്ന ഒരാളാണ്. അയാൾ മുഖേനയാണ് ഈ ഒരു വേഷം കെട്ടൽ. എന്തായാലും കൈലാസേട്ടൻ ഈ വേഷം കെട്ടിയിരിക്കുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയാണ് കൈലാസേട്ടൻ നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടത് എന്ന് പറയണം. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത് എന്ന് പറഞ്ഞിട്ട് മഹേഷും അങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയമാണെങ്കിൽ കൈലാസ് റൂമിലിരിക്കുന്ന സമയത്തോ മഞ്ജുമ കൈലാസേട്ടാ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ കൈലാസ് ഹയ്യേ എന്താ കാണിക്കുന്നത്, മാറി നിൽക്കുക അവിടെ എന്ന് പറഞ്ഞിട്ട് കട്ടിലേക്ക് ഓടിച്ചാടുവാണ്. എന്താ എന്താ കൈലാസേട്ടാ എന്തു പറ്റി എന്ന് പറയുമ്പോഴേക്കും നീ എന്തിനാ എന്റെ ശരീരത്തിൽ തൊട്ടത്? പിന്നെ ഞാനല്ലാതെ വേറെ ആര് തൊടാനാ? കൈലാസേട്ട എന്താ ബോധമൊക്കെ പോയോ? ഞാനാ കൈലാസേട്ട, മഞ്ജുമയാ കൈലാസേട്ടന്റെ ഭാര്യ. എനിക്കിനി ഭാര്യയില്ല, കുടുംബമില്ല, ആരുമില്ല. ഞാൻ ഇനി സന്യാസത്തിലേക്കാണ്. കൈലാസേട്ട എന്തൊക്കെയാ പറഞ്ഞത് ചോദിക്കാണ്. ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഇനി എന്നെ കൈലാസേട്ടൻ എന്ന് വിളിക്കരുത്, കൈലാസുകൾ സ്വാമികൾ എന്ന് വിളിക്കണം. ഓ കൈലാസേട്ട തലക്കാണോ അവർ തട്ടിക്കൊണ്ടുപോയി അടിച്ചത്? തലക്കടി കിട്ടിയോണ്ടാണ് കൈലാസേട്ടന് ഇങ്ങനെ ആയത്. എനിക്കൊരു അടിയും കിട്ടിയിട്ടില്ല, ആരും എന്നെ പിടിച്ചോണ്ടും പോയിട്ടില്ല. ഇതെന്റെ സ്വന്തം തീരുമാനമാണ് എന്നൊക്കെ കൈലാസ് ഇങ്ങനെ പറയാട്ടോ. ഈശ്വര ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും മഞ്ജിമ വാതിലെ മുട്ടുന്നുണ്ട്. മോളെ മഞ്ജിമ ഇതേ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കൈലാസ് ഇരിക്കുന്നുണ്ട്. നോക്കുമ്പോ മത്സ്യമോ മാംസമോ കണ്ട് കൈലാസ് തെറിക്കുകയാണ്. ഇതൊന്നും എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കൈലാസിന്റെ ഈ ഒരു വേഷപ്പകർച്ചക്കുള്ളിൽ വേറൊരു നിഗൂഢമായിട്ടുള്ള ലക്ഷ്യം ഇട്ടോ. കാരണം ഈ വേഷം ഇട്ടിട്ട് നമ്മുടെ ഇഷിതനെ കയറി പിടിക്കുകയാണെങ്കിൽ ആരും ഒന്നും പറയില്ലല്ലോ. കാരണം ഇപ്പോ സന്യാസത്തിലേക്ക് പോയി എന്ന രീതിയിലാണ് കൈലാസ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇഷിതനെ കയറി പിടിച്ചു കഴിഞ്ഞാലോ ആരും ഒന്നും പറയില്ല. ഇഷിതനെ തന്നെയാണ് എല്ലാവരും ഇഷിതനാണ് എല്ലാവരും നുണ പറയണമെന്ന് വിചാരിക്കുള്ളൂ. കൈലാസിന് ആരും നുണ പറയണമെന്ന് വിശ്വസിക്കൂല. കൈലാസിന് എല്ലാവർക്കും വിശ്വാസം ആവുകയും ചെയ്യും. അതാണ് ഈ വേഷപ്പകർച്ചയുടെ കാരണം. മാത്രമല്ല സന്യാസി എന്നൊക്കെ പറയില്ലേ, ആ രീതിയാണ് കൈലാസിന്റെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കൈലാസ് ഇപ്പൊ ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ മാറിയാലും നമ്മുടെ ആദി പഴയ ഇഷാദിലേക്ക് കയറി വരുവാണ്. അങ്ങനെയാണെങ്കിൽ മഹേഷിനെക്കാളും കുറച്ചുകൂടി ഒരു എന്താ പറഞ്ഞ പൊടിക്ക് തണ്ടും തടിയുള്ളതാണ് ആദി. ചെറുതാന്ന് വിചാരിക്കേണ്ട. ഇഷിതനെ അത്രമാത്രം സ്നേഹിക്കുന്ന സമയത്ത് കൈലാസ് എങ്ങനെ ഇഷിതനെ കയറി പിടിക്കാൻ നോക്കിയാലുണ്ടല്ലോ ആദ്യത്തെ തനി സ്വഭാവം കൂടെ പുറത്തെടുക്കും. മുഖത്തിട്ട് രണ്ടടിയും കൂടെ കൊടുക്കും. അയാളുടെ ആ ഒരു സന്യാസി വേഷവും ഭാവവും രൂപവും ഒക്കെ ആദ്യമായിരിക്കും മാറ്റി കൊടുക്കുന്നുണ്ടാവുക. എന്തായാലും അങ്ങനെ ആവാമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലെ. നമ്മുടെ ഇഷിതനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആദ്യം അതായിരിക്കും കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇത് സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടേക്ക് കെയർ. ബൈ ബൈ.